പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. പ്രഭാതത്തിൽ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവജന ശ്രോതാക്കൾക്കും നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വന്യ പരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ചില നിമിഷങ്ങളിലെ ദൈവവചന ധ്യാനത്തിനായി ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം, ബൈബിൾ ഉള്ളവർ ദയവായി ബൈബിൾ തുറന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ന്യായാധിപന്മാർ 4:9. അതിന് അവൾ, ഞാൻ നിന്നോടുകൂടെ പോരാം, എന്നാൽ നീ പോകുന്ന യാത്രയിൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല. യഹോവ സീസരയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ദെബോര എഴുന്നേറ്റ് ബാരാക്കിനോടുകൂടെ കേദശിലേക്ക് പോയി. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിൽ യോശുവ മുതൽ എസ്തേർ വരെയുള്ള പുസ്തകങ്ങൾ 12 പുസ്തകങ്ങളെയാണ് പൊതുവെ ഇസ്രായേലിന്റെ ചരിത്ര പുസ്തകം എന്ന് വിളിക്കുന്നത്. സ്തോത്രം. ഇസ്രായേലിന്റെ ചരിത്ര പുസ്തകം. അതിൽ ന്യായാധിപന്മാരുടെ പുസ്തകം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിന്റെ നെടുനായകത്വം കുറിക്കുന്ന ഒരു പുസ്തകമാണ്. അതിന്റെ കാരണം 1-2 വർഷമല്ല, 350 വർഷത്തെ ചരിത്രമാണ് ഈ പുസ്തകത്തിന്റെ പ്രമേയം. 350 വർഷം. 350 വർഷം തന്റെ ജനത്തെ കവർന്നുകൊണ്ടിരുന്ന ജാതീയ ശക്തികളുടെ കയ്യിൽ നിന്ന് കാലാകാലങ്ങളിലായി തന്റെ ജനത്തെ രക്ഷിക്കാൻ ദൈവം അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിച്ച ഒരു കൂട്ടം ന്യായാധിപന്മാരുടെ ചരിത്രമാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന പ്രമേയം. നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ ഒത്നിയേൽ തുടങ്ങി ശിംശോൻ വരെയുള്ള 12 ന്യായാധിപന്മാരും പ്ലസ് ദെബോര അടങ്ങുന്ന 13 ന്യായാധിപന്മാരെയാണ് കാണാൻ കഴിയുന്നത് ഈ പുസ്തകത്തിൽ മാത്രം. എന്നാൽ ഈ പുസ്തകത്തിന് പുറത്ത് ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിൽ നമുക്ക് ശമൂവേലിനെയും ഏലിയെയും ശമൂവേലിന്റെ 2 മക്കളെയും ന്യായാധിപന്മാരായി കാണും. അങ്ങനെ വരികയാണെങ്കിൽ മൊത്തം 17ഓളം ന്യായാധിപന്മാരുണ്ട്. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ മാത്രം ഒത്നിയേൽ തുടങ്ങി ശിംശോൻ വരെയുള്ള 12 ന്യായാധിപന്മാരും ഒരു ന്യായാധിപ, ഒരു വനിത. നമ്മൾ വായിച്ച ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും 2 അധ്യായങ്ങൾ നാം ശ്രദ്ധിച്ചാൽ ദെബോര എന്ന് പറയുന്ന ഒരു വനിതാരത്നം ഒരു ന്യായാധിപയിലൂടെ ദൈവം നടത്തിയ വലിയ ഉജ്ജ്വലകരമായ യുദ്ധങ്ങളുടെയും ജയങ്ങളുടെയും ചരിത്രമാണ് ഈ പുസ്തകത്തിൽ ഈ അധ്യായങ്ങൾ 2-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്ത്രീജനം ബലഹീന പാത്രം എന്നൊക്കെയാണ് പറയുന്നെങ്കിലും ഇവിടെ ഇതാ ഒരു സഹോദരി നയിച്ച യുദ്ധത്തിന്റെ ചരിത്രം എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. കാരണം ദെബോര ഒരു സ്ത്രീയാണെങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ പുരുഷന്മാരില്ലാഞ്ഞിട്ടല്ല, ഇഷ്ടം പോലെയുണ്ട്. 12 ഗോത്രങ്ങൾ കനാൻ നാട്ടിലുണ്ട്. പക്ഷെ ഈ ഗോത്രങ്ങളിൽ നിന്ന് ഒരു പുരുഷനും എഴുന്നേൽക്കാതിരുന്നപ്പോൾ ഒരു സ്ത്രീയെ ദൈവം ദൈവിക പദ്ധതികളുടെ നിവർത്തീകരണത്തിനായി എഴുന്നേൽപ്പിക്കുകയാണ്. സ്തോത്രം. നീ ബലഹീനയാണെന്ന് ആര് പറഞ്ഞാലും ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ, വിധേയപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ, നിന്നിലൂടെ ചില ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ, നിന്നിലൂടെ രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കാൻ, നിന്നിലൂടെ ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട്. ഇന്ന് രാവിലെ അതിനായി ദൈവമേ എന്നെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കാൻ കഴിയുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ ഈ വചനം നിങ്ങളോടുള്ള ദൈവത്തിന്റെ
പ്രഭാതത്തിലെ ശബ്ദമാണെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ഇവിടെ ദെബോര എഴുന്നേൽപ്പിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലല്ല, ഏറ്റവും കഠിനമായ ഇസ്രായേലിന്റെ ഒരു അന്തരീക്ഷത്തിലാണ് ദൈവം ദെബോര എഴുന്നേൽപ്പിക്കുന്നത്. എന്താണ് കഠിനമായ അന്തരീക്ഷം? 900 ഇരുമ്പ് രഥമുള്ള സീസറയുടെ രാജ്യത്തിന്റെ രാജാവായ കനാന്യ രാജാവായ യാബീനും കഴിഞ്ഞ 20 വർഷമായി ഇസ്രായേൽ ജനത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടം. കഴിഞ്ഞ 20 വർഷമായി സ്വസ്ഥതയില്ല. യേഹൂദ് എന്ന ന്യായാധിപൻ മരിച്ചതിന് ശേഷം ദൈവജനം പാപത്തിലേക്ക് പോയപ്പോൾ ദൈവം അവരെ കനാന്യരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇസ്രായേൽ ജനത്തെ കഴിഞ്ഞ 20 വർഷമായി 900 ഇരുമ്പ് രഥമുള്ള സീസര പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക അന്തരീക്ഷത്തിന്റെ നടുവിൽ, ഏറ്റവും ടഫ് സിറ്റുവേഷൻ അകത്താണ് ദൈവം ദെബോരയെ എഴുന്നേൽപ്പിക്കുന്നത്. സ്തോത്രം. കർത്താവിന്റെ വചനം ഒരു പ്രോട്ടോകോൾ നൽകുന്നുണ്ട്. ആ പ്രോട്ടോകോൾ എന്താണ്? സ്തോത്രം. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്ന പ്രോട്ടോകോൾ. അങ്ങനെയാണെങ്കിൽ ഒരു അനുഗ്രഹം വീടുകൾക്കകത്ത് ഉണ്ടാകും. ചില വീടുകൾക്കകത്തൊക്കെ നേരെ തിരിച്ചാണ്, അതിൻ്റെതായ ശാപങ്ങളും ഉണ്ട്. ഇവിടെയും ദൈവം അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ന്യായാധിപന്മാർ 4:4 വായിച്ചാൽ ആ കാലം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ലെപ്പിദോത്തിന്റെ ഭാര്യയായ ദെബോര എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. ലെപ്പിദോത്ത് വലിയ ശുശ്രൂഷയൊന്നും ചെയ്തില്ല, പക്ഷേ തന്റെ ഭാര്യയായ ദെബോരയാണ് ശുശ്രൂഷ ചെയ്തത്. പക്ഷേ എത്ര വലിയ ശുശ്രൂഷയാണെങ്കിലും ദൈവാത്മാവ് എഴുതിയപ്പോൾ ലെപ്പിദോത്തിന്റെ ഭാര്യ എന്നാണ് എഴുതിയത്. അതിന്റെ കാരണം ഈ പ്രോട്ടോകോൾ ആണ്. ഏത്? സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു. അതുകൊണ്ടാണ് ലെപ്പിദോത്തിന്റെ പേരിൽ ദൈവാത്മാവ് ദെബോരയെ അവതരിപ്പിക്കുകയാണ്. സ്തോത്രം. ദെബോര, സ്തോത്രം, ദൈവത്തിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം എന്താണ്? സ്തോത്രം. ആ ശബ്ദമാണ് നമ്മൾ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്. സ്തോത്രം. 6ഉം 7ഉം വാക്യങ്ങളിൽ ദൈവത്തിൽ നിന്ന് കേട്ട ദൈവാലോചനയുടെ ശബ്ദം അനുസരിച്ച്, അവൾ തനിക്ക് കിട്ടിയ പ്രവചന ശബ്ദം അനുസരിച്ച് ഈ 900 ഇരുമ്പ് രഥമുള്ള സീസറയെ തകർക്കാൻ, കനാനി രാജാക്കന്മാരെ നശിപ്പിക്കാൻ ദൈവം ദെബോരയെ ഉത്തേജിപ്പിക്കുമ്പോൾ അവൾ തനിക്ക് ലഭിച്ച ദൈവശബ്ദത്തിനനുസരിച്ച് തൻ്റെ കൂടെ ഒരു സൈന്യം വേണമല്ലോ, അതിനുവേണ്ടി അവൾ അബീനോബാവിന്റെ മകനായ ബാരാക്കിനെ ഖേദേശ് നഫ്താലിയിൽ നിന്ന് വിളിപ്പിച്ചു. അവനോട്, നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സെബൂലൂന്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുവാൻ പറഞ്ഞു. അപ്പോൾ ദെബോര ഒരു സ്ത്രീയാണ്. അവൾക്ക് സീസറയ്ക്ക് നേരെ യുദ്ധത്തിന് പോകുവാൻ ഒരു സൈന്യം ആവശ്യമാണ്. അതുകൊണ്ട് അവൾ ബാരാക്കിനെ വിളിക്കുകയാണ്. ആരാണ് ബാരാക്ക്? അവൻ അബീനോബാമിന്റെ മകനാണ്. എവിടുന്നാണ് അവൻ വന്നത്? ഖേദശ് നഫ്താലി, അല്ലെങ്കിൽ നഫ്താലിയിലെ ഖേദശിൽ നിന്നാണ് അവൻ വരുന്നത്. എന്താണ് ഈ നഫ്താലിയിലെ ഖേദശിന്റെ പ്രത്യേകത? ഖേദശ് എന്ന് പറയുന്നത് തന്നെ ഇസ്രായേൽ മക്കളുടെ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 7 സങ്കേത നഗരങ്ങളുണ്ട്. അതിൽ ഒരു സങ്കേത നഗരം ഈ ഖേദശിലാണ്, നഫ്താലിയിലെ ഖേദശിലാണ്. ഒരു ബൈബിൾ സ്കോളേഴ്സ് അതിനെ പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഈ സങ്കേത നഗരങ്ങളുടെ പ്രത്യേകത? അബദ്ധവശാൽ ഒരാളുടെ കൈ കൊണ്ട് ഒരാൾ മരിച്ചാൽ, അബദ്ധവശാൽ ഒരു പാപം വന്നു പോയാൽ, അവനെ ആളുകൾ കൊല്ലുന്നതിന് മുമ്പ് അവൻ ഓടി ചെന്ന് അഭയം പ്രാപിപ്പാനുള്ള സ്ഥലമാണ് ഈ സങ്കേത നഗരങ്ങൾ. 7 സങ്കേത നഗരങ്ങളിൽ ഒന്നാണ് ഖേദശ്. അപ്പോൾ ഈ ഖേദശിൽ പാർക്കുന്നവർ ഭൂരിഭാഗം ആളുകളും അഭയാർത്ഥികളായി ഓടി വന്ന് പാർക്കുന്ന ആലംബരായിരിക്കുന്ന ആളുകളായിരിക്കാം, അല്ലാത്തവരും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള
ഭീരുക്കളും അഭയാർത്ഥികളായി വന്ന് കയറിയ ആളുകളും പാർക്കുന്ന സ്ഥലമാണ് കേദശ് എന്ന നഫ്താലിയിലെ സ്ഥലം. അവിടുന്ന് തന്നെ ദൈവം ഒരാളെ ദെബോരയുടെ കൂടെ കൂട്ടുകയാണ്. നിശ്ചയമായിട്ടും ഈ ബാരാക്ക് ഒരു ഭീരുവാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ നിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു വിഷയമല്ല. ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ നിന്റെ അന്തരീക്ഷം ഒരു വിഷയമല്ല. സ്തോത്രം. നീ എത്ര ഭീരുവായിരുന്നാലും, നീ അഭയാർത്ഥിയായിരുന്നാലും, നീ എത്ര ഭയമുള്ള മനുഷ്യനാണെങ്കിലും, ദൈവ ശബ്ദം നിന്നെ ഉപയോഗിക്കുമെന്നുണ്ടെങ്കിൽ നിന്നെ കരത്തിൽ ഒരു വജ്രായുധം പോലെ ഉപയോഗിക്കാൻ എൻ്റെ ദൈവത്തിന് സെക്കൻഡുകൾ മതിയെന്ന് പരിശുദ്ധാത്മാവ് രാവിലെ ചിലരോട് ഇടപെടുന്നു. ഇദ്ദേഹം ഒരു ഭീരുവാണെന്ന് പറഞ്ഞിട്ട് കാരണവും. ദെബോര ഈ ബാരാക്കിനോട് പറയുക, നീ ഒരു 10,000 പേരെ തിരഞ്ഞെടുത്തുകൊണ്ട് താബോർ മലയിൽ വരിക. ഉടനെ ഇദ്ദേഹം പറഞ്ഞ പദം അതാണ് ഇദ്ദേഹം ഭീരുവാണെന്ന് ഞാൻ ചിന്തിക്കാൻ കാരണം. ദെബോര പറഞ്ഞു, ബാരാക്ക്, നീ 10,000 പേരെ തിരഞ്ഞെടുത്തുകൊണ്ട് താബോർ മലയിലേക്ക് വരിക. അവിടെ വെച്ച് യാബീന്റെ സേനാധിപതിയായ സീസറയും അവന്റെ രഥങ്ങളെയും സൈന്യത്തെയും കീശോൻ തോടിന്റെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കും. നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ആരെ? ദെബോര പറയാണ്, ബാരാക്കെ, നിന്റെ കയ്യിൽ 900 ഇരുമ്പ് രഥമുള്ള സീസറയും സൈന്യത്തെ ദൈവം ഏൽപ്പിക്കാൻ പോകുന്നു. ഇതുവരെ നിന്നെ ഞെരുക്കിക്കൊണ്ടിരുന്ന, നിന്റെ ജനത്തെ ഞെരുക്കിയ, കഠിനമായി പീഡിപ്പിച്ചവനെ നിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഇദ്ദേഹം ഭീരുവാണെന്ന് ഞാൻ പറയാൻ കാര്യം, ഇദ്ദേഹം ഈ ദൂത് കേട്ടിട്ട് പറഞ്ഞ പദം എന്താണെന്നറിയാമോ? എന്താ പറഞ്ഞത്? സ്തോത്രം. 8-ാം വാക്യത്തിൽ പറയുകയാണ്, ബാരാക്ക് അവളോട്, നീ എന്നോട് കൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം, നീ വരുന്നില്ലെങ്കിൽ ഞാൻ പോകയില്ല. അപ്പോൾ ബാരാക്ക് വില കൊടുത്തത് ദൈവശബ്ദത്തിനല്ല, ദെബോരയ്ക്കാണ്. ദെബോരയെ ഉപയോഗിച്ച ദൈവത്തെ ബാരാക്ക് കണ്ടില്ല. പകരം ദെബോരയാണ് ബാരാക്ക് വലുതായി തോന്നിയത്. കുഞ്ഞെ, നിന്നോട് ദൂത് പറഞ്ഞവരല്ല വലുത്, അവരെ കൊണ്ട് ദൂത് പറയിപ്പിച്ചവനാണ് വലുത്. സ്തോത്രം. അവനെയാണ് കാണേണ്ടത്. ബാരാക്ക് പറയുകയാണ്, ഞാൻ വരുന്നില്ല എന്നുള്ള പ്രയോഗത്തിൽ തന്നെയുണ്ട് അവന്റെ ഭയം, ഭീരുത്വം. സ്തോത്രം. പക്ഷേ അവൻ പറഞ്ഞു, ഞാൻ വരാം, നീ എന്നോടുകൂടെ വരികയാണെങ്കിൽ. ദെബോരയെ, നീ എന്നോടുകൂടെ വരികയാണ്. അപ്പോൾ ദെബോര പറഞ്ഞൊരു പദം, അതാണ് ഇന്ന് കുറുവാക്യമായി നമ്മൾ വായിച്ചത്. എന്നെ വല്ലാതെ പദം സ്വാധീനിച്ചു. ദെബോര 9-ാം വാക്യത്തിൽ ബാരാക്കിനോട് പറഞ്ഞു, ശരി, നിന്റെ ആവശ്യം പോലെ ഞാൻ നിന്റെ കൂടെ വരാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? നിനക്ക് ലഭിക്കേണ്ട ബഹുമാനം ഞാൻ മറ്റൊരു സ്ത്രീക്ക് കൊടുക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? നീ ഞാനില്ലാതെ ദൈവശബ്ദത്തിന് വിധേയപ്പെട്ട് താബോർ മലയിൽ നീ എത്തുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിന്റെ കയ്യിൽ ഏൽപ്പിക്കാനായിരുന്നു ദൈവത്തിന്റെ പദ്ധതി, സീസരെയും 900 ഇരുമ്പ് രഥമുള്ള അവന്റെ സൈന്യത്തെയും. പക്ഷെ നീ പറഞ്ഞു, ഞാൻ തനിച്ച് താബോർ മലയിലേക്ക് 10,000 പേരെ തിരഞ്ഞെടുത്തുകൊണ്ട് വരികയില്ല, ദെബോര ഉണ്ടെങ്കിലേ വരൂ എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് നിമിത്തം നിന്റെ ആ വാക്ക് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവം പറയുന്നു, നിനക്ക് കിട്ടേണ്ട ബഹുമാനം, നിനക്ക് കിട്ടേണ്ട ആദരവ്, നിനക്ക് കിട്ടേണ്ട നന്മ നീ പറഞ്ഞ വാക്ക് നിമിത്തം ദൈവം മറ്റൊരു സ്ത്രീക്ക് കൈമാറുകയാണ്. ഓ, ഞാനിത് പറയുമ്പോൾ എന്നോട് കർത്താവ് പറയുന്നു, നിന്റെ വായിലെ ചില വാക്കുകൾ ദൈവത്തിന്റെ ഫേവർ നിന്നെ വിട്ടു പോകാനിടയാകും. നിന്റെ വായിലെ ചില വാക്കുകൾ നിനക്ക് ലഭിക്കേണ്ട അനുഗ്രഹത്തെയും ബഹുമാനത്തെയും നന്മയെയും ഉയർച്ചയെയും മറ്റുള്ളവരിലേക്ക് കൈമാറുവാൻ ഇടയാകും. ഇന്ന് രാവിലെ അളന്നു തൂക്കുന്ന വാക്കുകൾ മാത്രം വീടുകളിൽ ഉപയോഗിക്കുക. വിശ്വാസികൾ തമ്മിൽ ഉപയോഗിക്കുക. ദയവായി
അവന്റെ ഫേവർ നഷ്ടപ്പെടുത്തുന്ന വാക്കുകൾ സംസാരിക്കരുതേ. വാക്കുകൾ ദൈവത്തിനൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ന്യായാസനത്തിങ്കൽ നിൽക്കേണ്ടി വരുന്ന കാലഘട്ടം, ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ നീ പറഞ്ഞ ചെറിയ വാക്കുകൾക്ക് വരെ വില കൊടുക്കേണ്ടി വരുമെന്ന് തിരുവെഴുത്ത് പറയുന്നത്. ഈ മാസം നിനക്ക് ലഭിക്കേണ്ട ബഹുമാനം, ഉയർച്ച, മഹത്വം, അത് ലഭിക്കാതെ പോയത് നിന്റെ ചില വാക്കുകൾ. അവന്റെ ഫേവർ നിന്നെ വിട്ടുപോകും, പ്രസാദം നിന്നെ വിട്ടുപോകും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ഒറ്റ വാക്ക് ദൈവശബ്ദം കേട്ടപ്പോൾ ബാരാക്ക് പറയുക, ഞാൻ വരാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ദെബോര ഉണ്ടെങ്കിലേ വരൂ എന്ന് പറഞ്ഞ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവം ആദ്യം ബാരാക്കിന്റെ കയ്യിൽ ഏൽപ്പിക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ ഇവന്റെ ഒറ്റ വാക്കിൽ ദൈവം മറ്റൊരു യായലിനെ തിരഞ്ഞെടുത്തു. അല്ലെങ്കിൽ യായൽ ഈ ചരിത്രത്തിൽ വരികയില്ല. ഇന്ന് രാവിലെ നമ്മുടെ ദൈവം ആരാണ്? അവന് വ്യക്തികളല്ല വിഷയം. അവനെ ഉപയോഗിക്കാൻ നാം അവന്റെ കയ്യിൽ ഇണങ്ങി കൊടുക്കുന്നതാണ് വിഷയം. സ്തോത്രം. നിങ്ങൾ ഓർത്തു നോക്കുക, ഈ യുദ്ധം ഭയങ്കര യുദ്ധം നടക്കുകയാണ്. താബോർ മലയുടെ മുകളിൽ ദെബോരയും ബാരാക്കും 40,000 പേരും ഉണ്ട്. കീശോൻ തോടിന്റെ കരയിൽ താഴ്വാരത്തിൽ ഈ സീസറയും 900 ഇരുമ്പരഥവും സൈന്യമുണ്ട്. സത്യത്തിൽ ഞാൻ അങ്ങ് അത്ഭുതപ്പെട്ടു പോയി. അത്ഭുതപ്പെട്ടു പോകാൻ കാര്യം എന്നാ വെച്ചാൽ, ഈ കനാന്യരുമായുള്ള യുദ്ധത്തിൽ സത്യത്തിൽ ബാരാക്കോ ദെബോരയ്ക്കോ ഒരു മുതൽ മുടക്കിന്റെ ആവശ്യം വന്നില്ല. ദൈവം, അതാണ് പറയുന്നത്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഇന്ന് രാവിലെ കർത്താവിനോട് പറയുന്നു, നിന്റെ ചില യുദ്ധങ്ങൾ ഇന്ന് രാവിലെ മുതൽ യഹോവ ഏറ്റെടുക്കാൻ പോകുകയാണ്. നിന്റെ തലമുറയ്ക്കും നിന്റെ ശുശ്രൂഷയ്ക്കും കുടുംബത്തിനുമെതിരെയുള്ള ചില യുദ്ധങ്ങൾ, നാളുകളായി നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില യുദ്ധങ്ങൾ ഇന്ന് രാവിലെ ദൈവം നിനക്ക് വേണ്ടി ഏറ്റെടുക്കാൻ പോകുകയാണ്. വാ തുറന്ന് വീടിനകത്തിരിക്കുന്ന ഈ വചനം കേൾക്കുന്നവർ പറഞ്ഞാട്ടെ, ദയവായി, യുദ്ധം യഹോവയ്ക്കുള്ളത്, യുദ്ധം യഹോവയ്ക്കുള്ളത്. സ്തോത്രം. ഇവിടുത്തെ വലിയ യുദ്ധമൊന്നും നടന്നില്ല. ദൈവം എന്താ ചെയ്തത്? താബോർ മലയിൽ 40,000 പേരും ദെബോരയും ബാരാക്കും നോക്കി നിൽക്കുമ്പോൾ ദൈവം എന്താ ചെയ്തെന്നറിയാമോ? ദൈവത്തിനറിയാം, ഒരിക്കൽ ഇവര് താഴ്വരയിൽ നിൽക്കുന്ന, കീശോൻ തോടിന്റെ കരയിൽ നിൽക്കുന്ന 900 ഇരുമ്പരഥമുള്ള എക്സ്പീരിയൻസ് ഉള്ള സീസറെ ജയിക്കാൻ പാടാണ്. അതുകൊണ്ട് ദൈവം ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തുടങ്ങി. ദൈവം എന്താ ചെയ്യുന്നറിയോ? ഒരു മഴ പെയ്ച്ചു. മഴ എന്ന് പറഞ്ഞാൽ ഉഗ്രൻ മഴ. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ ഞാൻ നിങ്ങൾക്ക് തരാം. 5-ാം അധ്യായത്തിലേക്ക് വന്നേ. 5-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്തു? യഹോവ, നീ സേയീരിൽ നിന്ന് പുറപ്പെടുകയിൽ ഏദോം ദേശത്തുകൂടെ നീ നടകൊള്ളുകയിൽ ഭൂമി കുലുങ്ങി, ആകാശം പൊഴിഞ്ഞു, മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു. ഒരു സൂപ്പർ മഴ ദൈവം പെയ്ച്ചു. ആ മഴ അങ്ങോട്ട് പെയ്തപ്പോ എന്താ സംഭവിച്ചെന്നറിയാം? കീശോൻ തോടിന്റെ കരയിൽ താഴ്വരയിൽ നിൽക്കുന്ന സീസറയുടെ 900 ഇരുമ്പരഥങ്ങൾ ആ മഴയത്ത്, ആ രഥങ്ങളുടെ ചക്രങ്ങൾ വെള്ളത്തിൽ പുതഞ്ഞു, അല്ല ചെളിയിൽ പുതഞ്ഞു, മണ്ണിൽ പുതഞ്ഞു. രഥങ്ങൾക്ക് ചലിക്കാൻ കഴിയാതെ വന്നു, രഥങ്ങൾക്ക് ഓടാൻ കഴിയാതെ വന്നു. പണ്ട് ഫറവോനെ ദൈവം, സ്തോത്രം, ചെങ്കടലിന്റെ നടുവിലൂടെ വന്നപ്പോ കുരുക്കിയതുപോലെ ഒരു കുരുക്ക് ദൈവം കൊടുത്തു. അവസാനം രഥങ്ങൾ ചലിക്കുന്നില്ല, ഓടുന്നില്ലെന്ന് കണ്ടപ്പോൾ രഥത്തിലിരുന്ന ആളുകൾ ഇറങ്ങി ഓടി. അങ്ങനെ അവർ രഥത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്ന സമയത്താണ് ബാരാക്കും 40,000 പേര് അവരെ വെട്ടിക്കൊന്ന് ജയം പ്രാപിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ, നിനക്കെതിരെ വരുന്ന യുദ്ധത്തെ, നിന്റെ തലമുറയ്ക്ക് നേരെ കയറി വരുന്ന യുദ്ധങ്ങളെ ജയിക്കാൻ, നിനക്ക് അനുകൂലം അന്തരീക്ഷം വരുത്താൻ ദൈവത്തിന് ഒരു മഴയുടെ ആവശ്യമേ ഉള്ളൂ. ഇന്ന് രാവിലെ ഒന്ന് വിശ്വസിച്ചിട്ട് പറ, നിനക്കു വേണ്ടി ദൈവം അസാധാരണ മഴകളെ പെയ്യ്ക്കും. ചലിക്കാൻ കഴിയാത്ത പോലെ ചിലതിനെ ദൈവം പൂട്ടും. സ്തോത്രം.
ഇന്ന് രാവിലെ ജയം നിന്റെ കയ്യിൽ ദൈവം ഒതുക്കി തരികയാ. ജയത്തിന് കുതിര വ്യർത്ഥമാണ്, ജയമോ യഹോവയുടെ കൈവശം ഇരിക്കുന്നു. നോക്ക്, ഒറ്റ മഴ, ആ മഴയിലൂടെ ദൈവം ജയം ദെബോരയ്ക്കും ബാരാക്കിനും കൊടുക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം. പക്ഷെ ഈ യുദ്ധത്തിൽ ഇവിടെ 11ഓളം ഗോത്രങ്ങളുണ്ട് കനാൻ നാട്ടിൽ. പക്ഷേ 5.5 ഗോത്രം മാത്രമേ ഈ ബാരാക്കിന്റെ കൂടെ യുദ്ധത്തിന് വന്നുള്ളൂ. ബാക്കി 5.5 ഗോത്രം യുദ്ധത്തിന് വന്നില്ല. സഹായിക്കേണ്ട പലരും ഇവരെ സഹായിച്ചില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളൊരു വാക്യം കാണിക്കാം, ശ്രദ്ധിച്ച്. ഇത് ഭയങ്കര വിലപ്പെട്ട വാക്യങ്ങളാണ്, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ദയവായി. സ്തോത്രം. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. സ്തോത്രം. 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം, 5:23 പറയുന്നു, മേരോസ് നഗരത്തെ ശപിച്ചുകൊള്ളുവിൻ, അതിൽ നിവാസികളെ ഉഗ്രമായി ശപിപ്പീൻ എന്ന് യഹോവയുടെ ദൂതൻ അരുളിച്ചെയ്തു. അവർ യഹോവയ്ക്ക് തുണയായി വന്നില്ലല്ലോ, ശൂരന്മാർക്കെതിരെ യഹോവയ്ക്ക് തുണയായി തന്നെ. ഇവിടെ മേരോസ് എന്ന് പറയുന്ന ഒരു നഗരത്തെ കാണുക. ആ നഗരത്തെ ശപിക്കാൻ 2 പ്രാവശ്യം യഹോവയുടെ ദൂതൻ പറയുക. എന്തിനാണ് അതിനെ ശപിക്കാൻ പറഞ്ഞത്? അതിന് കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ താബോർ മലയുടെ അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് ഈ മേരോസ് നഗരം. താബോർ മലയിലാണ് ദെബോരയും ബാരാക്കും 40,000 പേര്. അപ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു പട്ടണമാണ് മേരോസ്. പക്ഷെ ഈ പട്ടണത്തിന് ഈ ദെബോരയും ബാരാക്കിനെയും ഇസ്രായേലിന്റെ 40,000 സൈന്യത്തെയും സഹായിക്കാനുള്ള ഒത്തിരി അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർ സഹായിച്ചില്ല. അവർക്ക് വേണേൽ ഭക്ഷണം കൊടുക്കാം, വെള്ളം കൊടുക്കാം, പല ഹെൽപ്പ് ചെയ്യായിരുന്നു. പക്ഷെ അവര് തിരിഞ്ഞുപോലും നോക്കിയില്ല. അപ്പോൾ തന്റെ ജനത്തെയും ബാരാക്കിനെയും ദെബോരയും സഹായിക്കാതെ വന്നപ്പോൾ ദൈവം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ? അവർ യഹോവയ്ക്ക് തുണയായി വന്നില്ലല്ലോ. അപ്പോൾ അർത്ഥം, ദൈവത്തിന് വേണ്ടി പോരാടുവാൻ നിൽക്കുന്ന കർത്തൃദാസന്മാരെ ആകട്ടെ, ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ നിൽക്കുന്നവരെ സഹായിക്കാൻ കഴിയുന്നെങ്കിൽ അത് യഹോവയ്ക്ക് വേണ്ടി തുണയായി നിൽക്കുന്നതിന് തുല്യമാണ്. മേരോസ് എന്ന് പറയുന്ന നഗരത്തിന് ഇവരെ സഹായിക്കാമായിരുന്നു, അവർ സഹായിച്ചില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ യഹോവയുടെ യുദ്ധത്തിന് തുണ നിന്നില്ല, അതുകൊണ്ട് അവനെ ശപിച്ചേക്ക്. പ്രിയരെ, നമുക്കും വാക്കുകൊണ്ടോ കയ്യിലുള്ള നന്മ കൊണ്ടോ ഒക്കെ കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവദാസന്മാരെയോ വിശ്വാസികളെയോ ഒക്കെ സഹായിക്കാൻ കഴിയുന്ന സമയത്ത് നാം ചെയ്തില്ലെങ്കിൽ വലിയ ശാപമുണ്ടാകും. കാരണം ചെയ്യാൻ നിനക്ക് കഴിയുമായിരുന്നിട്ടും ചെയ്യാതിരുന്നാൽ യഹോവയുടെ യുദ്ധത്തിൽ നീ തുണ നിന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുപോലെയാണ് ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞ 5.5 ഗോത്രങ്ങൾ യുദ്ധത്തിന് തുണ നിന്നില്ല ബാരാക്കിന്റെ കൂടെ. 5.5 ഗോത്രം മാത്രമേ ബാരാക്കിന്റെ കൂടെ യുദ്ധത്തിൽ നിന്നുള്ളൂ. പിന്നെ ഈ 5.5 ഗോത്രം എന്ത് ചെയ്തു? അയ്യോ, അവർ യുദ്ധത്തിൽ ബാരാക്കിന്റെ കൂടെ നിന്നില്ല. പകരം അവരെന്നാ ചെയ്തെന്നറിയാമോ? സ്തോത്രം. അതുകൊണ്ടെന്ന് പറഞ്ഞേക്കാം, അവരെന്താ ചെയ്തത്? 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 16-ാം വാക്യം, ആട്ടിൻകൂട്ടങ്ങൾക്കരികെ കുഴലൂത്ത് കേൾപ്പാൻ നീ തൊഴുത്തുകൾക്കിടയിൽ പാർക്കുന്നത് എന്ത്? ആരാ? രൂബേൻ എന്ന ഗോത്രം. രൂബേൻ എന്ന ഗോത്രം മൂത്തവനാ രൂബേൻ. ആ രൂബേൻ ബാരാക്കിന്റെ കൂടെ യുദ്ധത്തിന് വന്നില്ല. യുദ്ധത്തിന് വരാതെ എന്ത് ചെയ്യാൻ പോയി? കുഴലൂത്ത് കേൾപ്പാൻ പോയി. പുള്ളിക്ക് യഹോവയുടെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പുള്ളിക്ക് ഇഷ്ടമല്ല. പക്ഷെ പുള്ളിക്ക് പാട്ടും കുഴലൂത്തും ഇങ്ങനെയുള്ള കൂത്തുകളൊക്കെയാണ് പുള്ളിക്ക് ഇഷ്ടം. മനസ്സിലായില്ലേ? ഉപവാസ പ്രാർത്ഥനയ്ക്കോ രോഗികളെ സന്ദർശിക്കാനോ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊന്നും പോകല. പുള്ളിക്ക് സെലിബ്രേഷൻ ആണ് ഇഷ്ടം. ടൂർ പ്രോഗ്രാം ഉണ്ടെങ്കിൽ വരും, അല്ലെങ്കിൽ മറ്റ് കുഴലൂത്തുകൾ സർക്കസ് കാണാൻ പോവുക,
ഇങ്ങനെ കുഴ ഉള്ളൂത്തുകളിലാണ് പുള്ളിക്ക് ഇഷ്ടം. യഹോവയുടെ യുദ്ധത്തിൽ തുണ നിൽക്കത്തില്ല. ഇനി രണ്ടാമതൊരു പാർട്ടി ഉണ്ട്, ഗിലയാദ്. 17 വാക്യത്തിൽ പുള്ളി യോർദാൻ അരികെ പാർത്തെന്ന എന്ന് പറഞ്ഞാൽ പുള്ളി അക്കരയാ പാർക്കുന്നേ. ഇക്കരയിലോട്ട് യുദ്ധത്തിൽ പുള്ളി എത്തി നോക്കാൻ പോലും വന്നില്ല. അവിടെ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ടെന്ന് കേട്ടു. ഒന്ന് തിരിഞ്ഞുപോലും നോക്കാത്ത ചില ആ ഗിലയാദുമാർ ഉണ്ട്, അവരും തുണ നിന്നില്ല. പിന്നെ 17 വാക്യത്തിൽ ദാനിനെ കാണുന്നു, കപ്പലുകൾക്കരികെ താമസിക്കുക. പുള്ളി കപ്പലുകൾക്കരികെ, പുള്ളി വ്യാപാരമാ, കച്ചവടം. ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുക, അവിടെ ഇങ്ങോട്ട് കൊണ്ടുപോകുക. ഭയങ്കര ബിസിനസ് ആണെന്നാ പറയുന്നത്. പക്ഷേ ഒറ്റ യോഗത്തിന് വരത്തില്ല. ഞായറാഴ്ച പോലും ബിസിനസ് നടത്തുക ചിലർ. സ്തോത്രം. ചില ആളുകളെ കുറിച്ചായി പറയുന്നത്, എല്ലാവരും അല്ല. എന്നാൽ യഹോവയുടെ യുദ്ധത്തിന് തുണയില്ല, ബിസിനസ് ആണ് പുള്ളിക്ക് പ്രധാനം. അടുത്ത ആളാരാണ്? സ്തോത്രം. അടുത്ത ആളെ കുറിച്ച് പറയുന്നത് ആശേർ. സമുദ്രതീരത്ത് അനങ്ങാതിരുന്നു, തുറമുഖങ്ങൾക്കകത്ത് പാർത്തു. ആശേറ അനങ്ങാതിരുന്നെന്നാ പറഞ്ഞ. ഈ സമുദ്രതീരത്ത് അനങ്ങാതിരിക്കണമെങ്കിൽ ചൂണ്ടയിടുമായിരിക്കും പുള്ളിയുടെ പണി. സ്തോത്രം. അവർ നോക്കിയ രൂപേനും ആശേറും ദാനും ഗിലയാദും ഇവരാരും യുദ്ധത്തിൽ തുണ നിന്നില്ല ബാരാക്കിന്റെ കൂടെ. പക്ഷേ നഫ്താലി, സെബുലൂൻ ഇവര് രണ്ടും യുദ്ധത്തിൽ തുണ നിന്നു. എന്താണ് അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്? 18 വാക്യം. നഫ്താലി പ്രാണനെ ത്യജിച്ച ജനം. സെബുലൂൻ പ്രാണനെ ത്യജിച്ചു ജനം. നഫ്താലി പോർക്കളമേടിൽ നിന്ന്. ഒരഞ്ചര ഗോത്രം യഹോവയുടെ യുദ്ധത്തിൽ തുണ നിൽക്കാതിരുന്നപ്പോൾ ഇവിടെ ഇതാ കർത്താവിന് വേണ്ടി പ്രാണനെ ത്യജിക്കാൻ ഒരു സെബുലൂൻ, കർത്താവിന് വേണ്ടി എപ്പോഴും പോർക്കളമേടിൽ നിൽക്കുവാൻ ഒരു നഫ്താലി എഴുന്നേൽക്കുകയാണ്. ദൈവത്തിന് ഇങ്ങനെയുള്ളവരെയാണ് ആവശ്യം. സ്തോത്രം. ഈ 5 ഗോത്രങ്ങളും മേറഷ് എന്ന് പറയുന്ന നഗരവും യഹോവയുടെ യുദ്ധത്തിൽ തുണ നിന്നില്ല. നിങ്ങളുടെ ചില നന്മകൾക്കൊക്കെ തടസ്സം നിങ്ങൾക്ക് സഹായിക്കാമായിരുന്ന സമയത്ത് നിങ്ങൾ യഹോവയുടെ യുദ്ധത്തിനെ സഹായിച്ചില്ല എന്നുള്ളതായിരിക്കാം. ഇപ്പോഴും ദൈവത്തിന്റെ ആ അപ്രീതി നിന്നെ പിന്തുടരുന്നുണ്ടായിരിക്കാം. ഏറ്റുപറഞ്ഞുപേക്ഷിക്കേണ്ടത് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇവരാരും യഹോവയുടെ യുദ്ധത്തിൽ തുണ നിന്നില്ലെങ്കിലും യുദ്ധം ചെയ്യാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി. 5 അധ്യായം 20 വാക്യം എഴുതിയിരിക്കുന്നു, ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ പൊരുതു, അവ സീസറയുമായി സ്വഗതികളിൽ പൊരുതു. എന്താ അതിന്റെ അർത്ഥം? ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ സീസരയ്ക്കെതിരെ പൊരുതിയെന്ന്. ബാരാക്കും ദബോരയും 40,000 പേരും താബോർ മലയിൽ നോക്കി നിൽക്കുമ്പോൾ കീശോൻ തോടിന്റെ കരയിൽ പെയ്ത മഴയിൽ ആ വെള്ളത്തിൽ ചേറിനകത്ത് ചക്രങ്ങൾ പുതഞ്ഞ് ചലിക്കാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ടാണ്? ബാരാക്കെ നീ കണ്ടില്ല? സീസരയ്ക്കെതിരെ യുദ്ധത്തിൽ ദബോര കണ്ടില്ല. അന്തരീക്ഷത്തിൽ ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ, ദൈവത്തിന്റെ ദൂതന്മാർ സീസരയ്ക്കെതിരെ പൊരുതി. ഇന്ന് രാവിലെ യുദ്ധത്തിൽ നിന്റെ കൂടെ നിൽക്കേണ്ടവർ, നിന്റെ കൂടെ ഉപവസിക്കേണ്ടവർ, നിന്റെ കൂടെ പ്രാർത്ഥിക്കേണ്ടവർ, കൈകോർക്കേണ്ടവർ ആരും നിനക്ക് തുണ നിന്നില്ലെങ്കിലും നീ ഭാരപ്പെടേണ്ട. നിനക്കു വേണ്ടി നിന്റെ ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ദൂതന്മാർ ആകാശത്തിൽ നിന്ന് നിനക്കു വേണ്ടി പടപൊരുതാൻ വേണ്ടി പോകുകയാണ്. ഇന്ന് രാവിലെ സമയം നീ തനിച്ചല്ല, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അങ്ങനെയെങ്കിൽ ദൈവാത്മാവ് ഇന്ന് രാവിലെ സമയം ചിലരോട് പറയുന്നു, നമുക്ക് ലഭിക്കേണ്ട ബഹുമാനം, നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹം, നമുക്ക് ലഭിക്കേണ്ട ഉയർച്ചകൾ
മറ്റൊരാളിലേക്ക് കൈമാറാതിരിക്കാൻ ഇന്ന് രാവിലെ മുതൽ നമ്മുടെ അധരങ്ങളെ സൂക്ഷിച്ച് വളരെ വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഇന്നത്തെ ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ ചിന്തയ്ക്ക് കാരണമാകണം, ഒരു പുനഃപരിശോധനയ്ക്ക് കാരണമാകണം, നമ്മുടെ അധരങ്ങളെയും നാവിനെയും ശ്രദ്ധിക്കേണ്ടതിന് കാരണമാകണം. തലകളെല്ലാം വണക്കാം, പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾക്ക് യഹോവയുടെ യുദ്ധത്തിൽ പാർട്ടാകാൻ, യഹോവയുടെ യുദ്ധത്തിൽ തുണ നിൽക്കുന്നവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആവശ്യമില്ലാത്തത് സംസാരിക്കാതെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ പണിയണമേ. രാവിലെ ഈ വചനം ഈ പ്രിയപ്പെട്ടവരുടെ ആത്മിക ജീവിതത്തിന് ഉത്തേജനമാക്കി തീർക്കണമേ. ദെബോരയെ ഉപയോഗിച്ചതുപോലെ ഞങ്ങളെയും ഉപയോഗിക്കണമേ. കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേൽ അധികമായി പകരേണ്ടതിനായി സ്തോത്രം. എല്ലാ മഹത്വവും കർത്താവിന്. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദങ്ങളും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട വചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചേരത്തുമുള്ള എല്ലാ വിശുദ്ധന്മാരോടും കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ മേഘ പ്രത്യക്ഷത വരെയും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയനരിക കർത്താവിന്റെ ശക്തിയോടെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും വന്ദനം, നന്ദി. കർത്താവ് വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.